വീട്ടുജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോയ കോട്ടയം പാല സ്വദേശിനി ജിജിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ 8 മാസമായി അരങ്ങേറിയത് കടുത്ത പീഡനങ്ങളായിരുന്നു. ഭർത്താവിനോടും മക്കളോടും ഒന്നും മിണ്ടുവാൻ പോലും കഴിയാതെ വീട്ടുതടങ്കലിൽ കഴിയുന്ന ജിജിയുടെ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ജിജി പോയിട്ട് എത്രയായി? 8-9 മാസമായി. അതിന് മുമ്പ് പോയുള്ള ആളാണോ ഗൾഫില്? അല്ല, പോയിട്ടില്ല. ആദ്യം പോവാ. എത്ര രൂപ കൊടുത്തു? പൈസ ഒന്നും കൊടുത്തില്ല. ഒരു പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര മക്കളുണ്ട് ജിജിക്ക്? ജിജിക്ക് 2 പിള്ളേര്. +1 പഠിക്കും. മറ്റാളാ ഓട്ടോമൊബൈൽ പഠിച്ചിട്ട് ഓട്ടോമൊബൈൽ പഠിച്ചു. ജോലി ഉണ്ടാ? ഇതെന്താ അമ്മ പോയി? അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ പെയിന്റിങ്. അച്ഛൻ അവന്റെ വീട്ടില് വരുമൊന്നുമില്ല. വരികയില്ല. പിള്ളേരുടെ കാര്യമൊന്നും നോക്കുന്നൊന്നുമില്ല. ജിജി ഇപ്പോ സൗദി അറേബ്യയിലാണ്. കുവൈറ്റ് വഴിയാ പോയത് അല്ലേ? കുവൈറ്റ് വഴിയാ പോയത്. ആരാ കൊണ്ടുപോയത്? അത് ആളുടെ പേരെനിക്കറിയില്ല. കമറുദ്ദീൻ. അല്ല, അവിടുത്തുകാരനാ? അറിയോ? മലപ്പുറംകാരനാണ്. മലപ്പുറം ജില്ലക്കാരനാ കമറുദ്ദീൻ. അയാളാ കൊണ്ടുപോയത്. ഇപ്പൊ എന്താ സ്ഥിതി അമ്മയുടെ? അവിടെ പിന്നെ അവർക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. അവര് ഈ ചപ്പാത്തി, ഉണക്ക ചപ്പാത്തി, ചുമ്മാ കറിയൊന്നും ഇല്ലാതെ അതുമൊക്കെ ഉള്ളവരാ. അത് നമ്മുടെ ഇവിടുത്തെ പല ഭക്ഷണങ്ങള്. ശമ്പളം കിട്ടുന്നുണ്ടോ? ശമ്പളം ഒക്കെ ചിലപ്പോഴൊക്കെ ഒരു അയച്ച് തരാൻ താമസിക്കും. ഒരുപാട് താമസിക്കും. ചിലപ്പോൾ വരുന്ന മാസത്തെ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഈ മാസത്തേത് ജിജിക്ക് വേഗം നാട്ടിലേക്ക് വരണം. അവർക്ക് നാട്ടിൽ എങ്ങനെയെങ്കിലും വരണം. അത് അവിടെ ശ്വാസം മുട്ടൽ, അവർക്ക് കാലാവസ്ഥ ഒട്ടും പിടിക്കുന്നില്ല. ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ആശുപത്രി കൊണ്ടുപോയാലും അവർ പറയും, അന്നേരം പറയും, നിന്റെ കള്ളത്തിൽ അവനൊക്കെ ഒരു അസുഖമില്ല, ചുമ്മാതെയാണെന്ന് പറഞ്ഞിട്ട് കൂടുതൽ പണി ചെയ്യിപ്പിക്കും. എംബസിയിലേക്ക് ഒരു കത്തയക്കാൻ പറയും, എംബസിയിലൊന്ന് വിളിക്കാൻ പറയും. പിന്നെ ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, സൗദിയിൽ ഏത് സ്ഥലത്താണെന്ന് അറിയില്ല. സ്ഥലത്തിന്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ സൗദിയിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള നമ്പറുകളുണ്ട്. പല സ്ഥലത്തുള്ള ആളുകളുണ്ട്. ഞങ്ങളെ അവരുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ പറയുക. ഞങ്ങളും ഈ അമ്മയുടെ നമ്പർ ഉണ്ടല്ലോ അല്ലേ, ഞങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളും കണ്ടുപിടിക്കാൻ നോക്കാം. അവിടുത്തെ എംബസിയുടെ ഒക്കെ നമ്പർ അറിയത്തില്ലായിരിക്കും. അതൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നിങ്ങൾ എംബസിയിലേക്ക് ഒരു പരാതി അയക്കണം കേട്ടാ. ഇംഗ്ലീഷിൽ ഒരു പരാതി എഴുതിയിട്ട് ഒന്ന് നിങ്ങളെ കൊടുക്കുക, ഒന്ന് നിങ്ങളുടെ MP ഉണ്ടല്ലോ അയാൾക്കും അയക്കുക, ഒന്ന് നോർക്കും അയക്കുക. അതൊക്കെ റഫീഖ് സാർ പറഞ്ഞു തരും കേട്ടാ. അങ്ങനെ പരാതി അയക്കുക. ഒപ്പം തന്നെ പിന്നെ ഞങ്ങളുടെ പ്രവർത്തകർ സൗദി അറേബ്യയിലുള്ളവർ നിങ്ങളുടെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. ആപ്പാടെ 10 രൂപയുടെ ഇത് കൂടെ കാർഡൊക്കെയാണ് മേടിച്ചോണ്ട് കൊടുക്കുന്നത് ഒരു മാസം. അങ്ങോട്ട് എത്ര നേരം വിളിക്കാനുണ്ട്, എന്തെങ്കിലും പറയാനൊന്നും പറ്റില്ല. അപ്പം എന്തായാലും കഴിയുന്നത് വേഗം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ചെയ്യണം. എംബസിയിൽ പരാതിപ്പെടണം, MP-ക്ക് ഒരു കത്ത് കൊടുക്കണം, നോർക്കൊക്കെ ഒരു കത്ത് പരാതി കൊടുക്കണം. ഇത് 3 ചെയ്യണം. അത് 3 റഫീഖ് സാർ പറഞ്ഞു തരും കേട്ടാ. അപ്പോൾ കഴിയുന്നത് വേഗം അമ്മയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. പ്രവാസ ലോകം പ്രവർത്തകരോടാണ്. സൗദി അറേബ്യയിൽ വീണ്ടും ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളുടേതാണ്, വീട്ടുതൊഴിലാളികളുടേതാണ്, അറബ് വീടുകളിൽ ജോലി ചെയ്യുന്നവരെക്കുറിച്ചുള്ളതാണ്. ഇത് ആർക്കും ഭൂഷണമല്ല. ഇന്ത്യൻ എംബസിക്കോ ഇന്ത്യൻ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അറബ് ഗവൺമെൻറ്റുകൾക്കോ അവിടുത്തെ ഈ സ്പോൺസർഷിപ്പുകാർക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്ന ആളുകൾക്കോ ഒന്നും നല്ലതല്ല. എല്ലാവരുടെയും പേര് ചീത്താകുന്ന ഒരു കേസാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ട്രാവൽ ഏജൻറ്റുകൾ, അതുപോലെ എംബസികൾ, അതുപോലെ അവിടെ വിസയ്ക്ക് അപേക്ഷിക്കുന്ന അറബികളോട് അല്ലെങ്കിൽ നമ്മളെ എംബസി അവർക്കൊരു കത്തയക്കുന്നത് നന്നായിരിക്കും. അവിടുത്തെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയിലേക്ക് എല്ലാ എംബസികളും. ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്ന ധാരാളം സ്ത്രീകളുടെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന നിലയിൽ. അതുപോലെ തന്നെ നമ്മളുടെ ഈ MP-മാരോ അല്ലെങ്കിൽ നിയമസഭ MLA-മാരോ ഒക്കെ ഇത്തരത്തിൽ എംബസികൾക്ക് കത്തയക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക് മൈഗ്രേഷൻ, പ്രത്യേകിച്ച് വീട്ടുതൊഴിലാളികളുടെ മൈഗ്രേഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒട്ടും എന്താ പറയുക, സൗഹൃദപരമല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളെപ്പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് സത്യം തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടമെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞങ്ങളത് വിളിച്ചു പറയും, യാതൊരു സംശയവുമില്ല. അത് വളരെ ശക്തമായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ ഈ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങളുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതുകൊണ്ട് ജിജി എന്ന പെൺകുട്ടി ഇപ്പോൾ സൗദി അറേബ്യയിൽ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ ഇരിക്കുക. പോകാന്നെന്ന് പറയുമ്പോൾ എനിക്ക് പറ്റിയിടാതെ കിടന്നിട്ട് ആശുപത്രി കിടന്ന അപ്പോൾ അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മകനും അമ്മയ്ക്കൊക്കെ വേണ്ട അത്ര, മുത്തശ്ശിക്കൊന്നും അത്ര വലിയ ഇൻഫർമേഷൻസ് ഇല്ല. അതുകൊണ്ട് കഴിയുന്നു സൗദി അറേബ്യയിൽ എവിടെയാണെന്ന് ഇവർക്ക് വലിയ വിവരമില്ല. അതുകൊണ്ട് അവരുടെ നമ്പർ വെച്ച് അവരുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പ്രവാസലോകം പ്രവർത്തകർ ശ്രദ്ധിക്കണം. അവരെ കഴിയുന്നതും വേഗം നാട്ടിലേക്ക് അയക്കാൻ വേണ്ട ശ്രമങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കുടുംബത്തെ നമ്മൾ ആശ്വസിപ്പിക്കുന്നത് അവരുടെ അമ്മ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ശരി.